കൊച്ചി ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ വ്യത്യസ്തമായ ഒരു കഥകളി അരങ്ങേറി. കലാമണ്ഡലം വിജയകുമാറും പത്നി ബാർബറയും ഒരുക്കിയ ഒന്ന് ചിരിക്കൂ ഒരിക്കൽ കൂടി എന്ന പേരിലായിരുന്നു ഈ പരിപാടി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കഥകളിയുടെ ഇതിവൃത്തമായത്. കഥകളി പദങ്ങളല്ല, ചലച്ചിത്ര ഗാനങ്ങളിലൂടെയാണ് അവതരണം. ഭീകരാക്രമണത്തിനിരയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെയും പത്നി ഹിമാൻഷിയുടെയും ജീവിതകഥയാണ് അരങ്ങിലെത്തിയത്. ഇരുവരുടെയും വിവാഹത്തിനു മുൻപുള്ള ദിവസങ്ങളും ആഘോഷവും പിന്നീടുണ്ടായ ദുരന്തവും വയലാറും പി ഭാസ്കരനും ദേവരാജൻ മാസ്റ്ററും ഒരുക്കിയ മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൂടെ അരങ്ങിലെത്തി. പരമ്പരാഗത കഥകളി ചിട്ടകളില്ലാതെ ലളിതമായി 45 മിനിറ്റിൽ കഥ പറയുന്നു. അന്ന് ആ ഫോട്ടോ ഞാൻ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ ടെലിവിഷൻ ന്യൂസ് കണ്ടപ്പോൾ, ഞാൻ അടുത്ത ദിവസം തുടങ്ങി എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നൽ. ഇത് പരാജയപ്പെടാം, ഇത് വിജയിക്കാം. പരാജയപ്പെട്ടോട്ടെ, ഞാൻ അതാ വിചാരിച്ചത്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. ചുട്ടികുത്തിയത് പത്നിയും കലാമണ്ഡലത്തിലെ ആദ്യ ചുട്ടി വിദ്യാർത്ഥിനിയുമായ ബാർബറ. Vijay had an idea of bringing in popular songs because immediately you've got a connection. Malayalis connect with the melodies of G. Devarajan and also the wonderful poetry of Vailar and P. Bhaskaran. So he had the poetry, he had the tunes, he had the skill, he had the experience to put this together, and my goodness, what a success. മധുവിധുവിന്റെ നാളുകൾ കഴിയും മുൻപേ ഇണയെ പിരിഞ്ഞ ഹിമാൻഷുവിന്റെ മാത്രമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉറ്റവരെ പിരിയേണ്ടി വന്ന നിരപരാധികളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ കാണികളുടെ കണ്ണുകളും ഈറനായി. പഹൽഗാം ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ രാമചന്ദ്രന്റെ കുടുംബവും കഥകളി കാണാനെത്തി. പിതാവിന്റെ ഓർമ്മയിൽ മകൾ ആരതി വിതുമ്പി. When that song started, I was in Pahalgam with my father. The last moments I had, the last pic I took just 5 minutes before the attack where he was smiling. So I wish that onnu chirikku orikkel koodi I want to see his beautiful smile. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭാഷയുടെയോ ദേശത്തിന്റെയോ അതിരുകളില്ലാതെ സഞ്ചരിക്കുകയാണിവർ. സ്മിത ഹരിദാസ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.